محمود الذي وعدته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله أوصيكم ونفسي بتقوى الله. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടിയാറുകളെ, നമ്മുടെ മരണശേഷം നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നാം നമ്മളുടെ വീട്ടിനകത്തും അയൽപക്കത്തും നാട്ടിലുമൊക്കെ നമ്മളെപ്പോലെയുള്ള ധാരാളം ആളുകൾ വളരെ പെട്ടെന്ന് യാതൊരു മുൻ സൂചനയും കിട്ടാത്ത വണ്ണം ഈ ലോകത്തോട് പിരിഞ്ഞു പോകുന്നത് നാം കാണുന്നല്ലോ. നമ്മുടെ പര്യവസാനം എപ്പോഴാണെന്ന് അറിയാൻ യാതൊരു മാർഗവുമില്ല. എന്നാൽ ആളുകളുടെ സ്ഥിതി നോക്കിയാൽ അങ്ങനെ ഒന്നില്ലെന്ന്, ഇത് മരിച്ചു പിരിഞ്ഞു പോവുക എന്നൊരു കാര്യമുണ്ടെന്ന് അറിയാത്ത മട്ടത്തിലാണ് കാണുന്നത്. വിസ്തരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമഹ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വബൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ ആളും ഓരോ മനുഷ്യനും മരണത്തെ അനുഭവിക്കുന്നവരാകുന്നു. മരണത്തിൽ നിന്ന് യാതൊരാൾക്കും രക്ഷയില്ല. ഈ ആയത്ത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി, ഈ കാര്യം എടുത്തു പറയേണ്ട ആവശ്യമെന്ത്? എല്ലാവരും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതും സ്വന്തം കാര്യത്തിൽ നല്ല ബോധ്യമുള്ളതുമാണല്ലോ, പിന്നെ ഇത് എന്തിനു എടുത്തു പറയുന്നു? അതിന്റെ കാരണം പിന്നെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, അതറിയാത്ത മട്ടത്തിലെ ആളുകളുടെ പെരുമാറ്റം. എന്റെ ഗതി ഇങ്ങനെ ആകുമല്ലോ എന്ന് അറിഞ്ഞാത്ത മട്ടത്തിലാണ്. എത്രയോ ആളുകളെ മരിച്ചതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊണ്ടുപോയി ഖബറടക്കി പോന്നാലും, എത്രയോ ഖബറുകൾ കണ്ടാലും എന്റെയും ഗതി ഇത് തന്നെയാണല്ലോ എന്ന് ഓർമ്മിക്കുന്നില്ല. മൃഗങ്ങളെ പോലെ അതാണ് നമ്മളുടെ അവസ്ഥ. കൂട്ടത്തിൽ നിന്ന് ഒരാട്ടിനെയോ മൂരിയെയോ പിടിച്ചുകൊണ്ടുപോയി അറുക്കുന്നത് കണ്ടാൽ പോലും ഒരു പക്ഷെ എന്നെയും ഇതുപോലെ അറുക്കുമല്ലോ എന്ന് ആ മൂരിക്ക് ഓർമ്മ വരുന്നില്ല, ആ ആട്ടിന് ഓർമ്മ വരുന്നില്ല. അതിനാൽ ആ കൂട്ടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയില്ല. അതല്ലേ നമ്മളുടെ അനുഭവം? ഇതുപോലെ തന്നെയാണ് മനുഷ്യരും. ഇതെന്തൊരു കഷ്ടം! ഈ ബുദ്ധിക്ക് എന്ത് പറ്റിപ്പോയി? അതുകൊണ്ട് അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നു, കൂട്ടരെ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ മനുഷ്യനും മരണത്തെ അനുഭവിക്കുന്നതാകുന്നു. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമഹ, നിശ്ചയമായും നിങ്ങളുടെ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നത് ഖിയാമത്ത് നാളിൽ മാത്രമാകുന്നു. ഈ ഭൗതിക ജീവിതത്തിൽ ചില പ്രതിഫലങ്ങൾ അനുഭവപ്പെടാറുണ്ട്, നാം ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യന്റെ ദുർനടപടി നിമിത്തം ചില ദുരനുഭവങ്ങൾ നാം സ്വയം തന്നെ അനുഭവിച്ചതും കാണാം, നമ്മളുടെ ചുറ്റുപാടും ധാരാളം കാണാം. ഇന്ന് ലോകത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന എയ്ഡ്സ് എന്ന രോഗത്തിന്റെ കാരണം എന്താകുന്നു എല്ലാവരും അറിയുമല്ലോ. അപ്പോ അതൊക്കെ ഒരു തരം പ്രതിഫലങ്ങളാണ്, പക്ഷേ നിസ്സാരമാണ് ആ പ്രതിഫലമെല്ലാം. മുമ്പ് പല ജനസമുദായങ്ങളെയും ശിക്ഷിച്ച അനുഭവ ചരിത്രങ്ങൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെ പലതും നാം കാണുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യരുടെ താന്തോന്നിത്വവും അക്രമവും നിമിത്തമാണ് സംഭവിച്ചത്. ആദ്, സമൂദ്
അതുപോലെ ഫിർഔൻ കൂട്ടക്കാർ ഇവരെല്ലാം ഈ ലോകത്ത് തന്നെ ശിക്ഷിച്ചല്ലോ. അതിന്റെയൊക്കെ കാരണം എന്താണ്? അവരുടെ കുഫ്രിയത്തും അവരുടെ താൻ തോന്നിത്തവും ആകുന്നു കാരണം. അപ്പൊ ദുന്യാവിൽ തന്നെ ഉണ്ട് കുറേശ്ശെ ശിക്ഷ അനുഭവിക്കൽ, എന്നാൽ അത് നിസ്സാരമാകുന്നു. ശരിയായ പരിപൂർണമായ പ്രതിഫലവും പരലോകത്തിലാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി, അതിനാൽ ഏതൊരുവൻ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ഉദ്ഖില ജന്നത്ത, സ്വർഗത്തിൽ പ്രവേശനം അനുവദിക്കപ്പെടുകയും ചെയ്യുന്നുവോ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. അവന്റെ നേട്ടം മഹത്തായ നേട്ടമാകുന്നു. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ഈ ഇഹലോക ജീവിതം വഞ്ചനയുടെ സാധനങ്ങൾ മാത്രമാണ്. വഞ്ചന നല്ലതാണെന്ന് തോന്നുകയാണ്, വേണ്ടപ്പെട്ടതാണെന്ന് തോന്നുകയാണ്, യഥാർത്ഥത്തിൽ അത് നല്ലതല്ല, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതുമല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഈ ദുന്യാവിന്റേത്. അതുകൊണ്ട് നാം എപ്പോഴും നമ്മളുടെ ഈ പര്യവസാനത്തെ പറ്റി ഓർമ്മിച്ചുകൊണ്ടിരിക്കേണ്ടതാകുന്നു. ചില ആളുകൾ പറയുന്നു മരണശേഷം ഒന്നുമില്ല എന്ന്. എല്ലാം തീർന്നു, സുഖമോ ദുഃഖമോ ശിക്ഷയോ രക്ഷയോ ഒന്നുമില്ല. മൃഗങ്ങളെ പോലെ മൂരിയും പോത്തുമൊക്കെ ചത്താൽ പിന്നെ അതിനൊന്നുമില്ല, ഒരു സുഖമില്ല ദുഃഖമില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യരും എന്ന് ചില മനുഷ്യരെന്ന് പറയുന്നവർ, ബുദ്ധിയുള്ളവരെന്ന് പറയുന്നവർ പറയുന്നു. എന്നാൽ ഞാനൊന്ന് ചോദിക്കാം അവരോട്, നിങ്ങളിത് ശരിക്കും അറിഞ്ഞിട്ട് പറയുന്നതാണോ? ഒരിക്കലുമല്ല. മരണശേഷം ഒന്നും ഇല്ലെന്ന് പറയുന്നവൻ അറിഞ്ഞു പറയുന്നതല്ല, അവന്റെ പൂതി പറഞ്ഞതാണ്. ഒന്നും ഇല്ലാതെ ആകട്ടെ എന്നാണ് അവന്റെ പൂതി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പ്രപഞ്ചകർത്താവിന്റെ ഒരു അലംഘനീയമായ തീരുമാനമാകുന്നു മരണശേഷം മനുഷ്യർക്ക് രണ്ടാൽ ഒന്നുണ്ട് എന്നുള്ളത്. ബുദ്ധിയുള്ളവരെല്ലാം അത് കൂടിയേ തീരൂ എന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യർക്ക് അവരുടെ പ്രയത്നത്തിന്റെ ഫലം അനുഭവിക്കണമെന്നുള്ളത് ഒരു ജന്മവാസനയാണ്. അധ്വാനത്തിന് ഫലം കിട്ടണമെന്നുള്ളത് മനുഷ്യന്റെ അവകാശമാണ്. അത് ചോദിച്ചു വാങ്ങും. ഇത് കിട്ടിയില്ലെങ്കിൽ അതിനുവേണ്ടി സമരം ചെയ്യും. അത് മനുഷ്യന്റെ സ്വഭാവമാകുന്നു. എന്നാൽ ഈ ലോകത്ത് മനുഷ്യർക്ക് അവരുടെ കർമ്മഫലം ന്യായമായ നിലയിൽ അനുഭവപ്പെടുന്നില്ലെന്നുള്ളത് സത്യമാണ്. അതൊരു യഥാർത്ഥ വസ്തുതയാണ്. അപ്പൊ എപ്പോഴാണ് ഇതിന്റെ അനുഭവം? അതൊന്ന്. പിന്നെ അക്രമങ്ങൾ അനുഭവപ്പെട്ടാൽ പകരം വീട്ടണം എന്നുള്ളത് മനുഷ്യന്റെ ഒരു ജന്മാവകാശമാണ്. അത് ന്യായമായ നിലയിൽ ഇവിടെ നടക്കുന്നില്ല. അം നജഅലുല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർളി അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. അല്ലാഹു തആല പറയുന്നു. സത്യത്തിന്റെ കാതലായ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അം നജഅലുല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത കൂട്ടരെ, കൽ മുഫ്സിദീന ഫിൽ അർളി, ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കുകയോ? അതൊരിക്കലും അരുതല്ലോ. വളരെ മര്യാദയിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യരെയും കുഴപ്പമുണ്ടാക്കുന്നവരെയും സമത്തിലാക്കൽ ശരിയല്ലല്ലോ. അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, ഭക്തന്മാരായ ആളുകളെ തെമ്മാടികളായ ആളുകളെ പോലെ ആക്കുകയോ? അതും ശരിയല്ലല്ലോ. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കിട്ടേണ്ടതില്ലയോ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അക്രമമായി കുത്തിക്കൊന്ന അബൂ ലുഅ്ലുഅത്ത് എന്ന ദുഷ്ടനെയും ഉമർ ഇബ്നു ഖത്താബിനെയും സമമാക്കാൻ പാടുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അക്രമമായി കുത്തിക്കൊന്ന ആ കൊലയാളികളെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും സമമാക്കാൻ പാടുണ്ടോ? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തിക്കൊന്ന അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന ആ ദുഷ്ടനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും സമമാക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. മാത്രമല്ല, ഞാൻ ഒന്നും കൂടി പറയുന്നു, ഇന്ത്യയുടെ കിഴക്കേ അതിർത്തിയിലുള്ള നവഖാലി ജില്ലയിലെ പള്ളികൾ ഒരു കൂട്ടം ആളുകൾ കയ്യേറുകയും വായനശാലകളും കള്ളുഷാപ്പുകളുമായി മാറ്റുകയും ചെയ്ത സന്ദർഭത്തിൽ മുസ്ലിംകൾക്ക് അവരുടെ പള്ളികൾ ഒഴിഞ്ഞു കൊടുക്കണം, അത് നിങ്ങൾ ചെയ്യുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കുക ഇല്ല എന്ന് പറഞ്ഞ് നിരാഹാരമെടുത്ത മിസ്റ്റർ ഗാന്ധിയെയും അദ്ദേഹത്തെ കുത്തിക്കൊന്ന ആ ഗോദ്സെയെയും ഒരുപോലെയാക്കാൻ പാടില്ല. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കിട്ടണം. അതെപ്പോഴാകുന്നു? ഈ ദുന്യാവിൽ അത് കിട്ടുന്നില്ല, പിന്നെ അത് എപ്പോഴാണ്? അതിനാണ് ഒരു കാലഘട്ടം നിശ്ചയിച്ചിരിക്കുന്നത്.
ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. സൂറിൽ ഊതപ്പെടുന്നതാകുന്നു. അപ്പോഴതാ ആളുകളൊക്കെയും ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ യജമാനന്റെ മുമ്പാകെ ഓടിയെത്തുന്നു. അങ്ങനെ അപ്പോൾ അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ കഷ്ടമേ, മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് അഥവാ ഞങ്ങളുടെ ഉറക്കിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയത് ആരാകുന്നു? ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ. അതായത് ഇതുവരെ കഴിഞ്ഞുകൂടിയ അവസ്ഥയേക്കാൾ എത്രയോ ഗംഭീരമായ, വർണ്ണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അനുഭവം ഈ മഹ്ശറിൽ കാണുമ്പോൾ അതിനു മുമ്പ് അനുഭവിച്ചതൊക്കെ വളരെ നിസ്സാരമായും ലഘുവായും തോന്നപ്പെടുമെന്നാണ് പറയുന്നത്. അത് നിമിത്തമാണ് ഇങ്ങനെ പറയുന്നതെന്ന് എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഉറക്കിൽ നിന്ന് ഉണർത്തിയെന്ന് പറയാൻ കാരണം അതാണെന്ന്. പിന്നെയും പറയുന്നു, ഒന്നാമത്തെ സൂറിൽ ഊതിയാൽ എല്ലാവരും മരിക്കും, ഉറങ്ങും. പിന്നീട് ഒരു കാലഘട്ടം വരുമ്പോൾ അല്ലാഹു രണ്ടാമത് ഊതാൻ കൽപ്പിക്കുകയും അവർ ഊതുകയും അങ്ങനെ ഹയാത്താക്കുകയും ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇടവേളക്കാലം ഒരു തരം ഉറക്കാണെന്ന് പറയുന്നു. ഇങ്ങനെ രണ്ടാലൊന്നാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. എന്നാൽ മർഖദ് എന്നൊരു പദം ഇവിടെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിൽ ചില ആളുകൾ പറയുന്നു മരണശേഷം ഖബറിൽ ശിക്ഷയില്ല എന്ന്. അത് അവർക്ക് തെറ്റിപ്പോയതാകുന്നു. ഖബറിൽ ശിക്ഷയുണ്ടാകലും പ്രതിഫലമുണ്ടാകലും സ്വാഭാവികമായൊരു കാര്യമാണ്. മരണത്തോടുകൂടി മനുഷ്യന്റെ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, ആത്മാവിന് നാശമില്ല എന്നുള്ളത് എല്ലാ മതവിശ്വാസികളും പറയുന്നു. മുസ്ലിമുകൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും യഹൂദികളുമൊക്കെ അതേ വിശ്വാസക്കാരാണ്. മരണത്തോടുകൂടി ആത്മാവിന് അപകടം സംഭവിക്കുന്നില്ല. അപ്പോൾ പിന്നെ ആത്മാവിന്റെ അവസ്ഥ എന്ത്? സുഖമോ ദുഃഖമോ, സന്തോഷമോ സന്താപമോ എന്താകുന്നു? രണ്ടാലൊന്ന് തീർച്ചയാണ്. ഈ ഒറ്റപ്പെടുക എന്നുള്ളത് മാത്രം മതി. മനുഷ്യൻ അവന്റെ പരിചയപ്പെട്ട എല്ലാ വസ്തുക്കളിൽ നിന്നും, ഭാര്യ, മക്കൾ, സ്നേഹിതന്മാര്, കുടുംബക്കാര്, സഹോദരങ്ങൾ, സമുദായക്കാർ, എല്ലാവരിൽ നിന്നും വേറിട്ട് ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണല്ലോ. ആ ഒറ്റപ്പെടൽ മാത്രം മതി ശിക്ഷയായിട്ട്. ഇത് ശരിക്കും നാം ചിന്തിച്ചാൽ എല്ലാവർക്കും ആ ശിക്ഷ ബാധകമാകും എന്ന് മനസ്സിലാകുന്നതാണ്. പക്ഷേ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു പ്രത്യേക ആശ്വാസം കൊടുക്കുക, അതിന് വേറെ പരിപാടിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മരണശേഷം ഒരു കഷ്ടത, ശിക്ഷ, ദുഃഖം എന്നുള്ളത് ഒരു ഉറച്ച കാര്യമാണ്. അങ്ങനെയുള്ള ആ തത്വം ഈ മനുഷ്യന്മാർ നിഷേധിക്കുന്നത് വലിയ അത്ഭുതമാണ്. എനിക്ക് തോന്നുന്നു അത്തഹിയ്യാത്തിന്റെ അവസാനത്തെ ദുആയിൽ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മയ്യത്ത് നമസ്കാരത്തിൽ മയ്യത്തിന് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഹദീസ് നിഷേധിക്കുന്നതിലേക്കുള്ള ഒരു കാലെടുത്ത് വെക്കലാണ് ഇതെന്ന് മനസ്സിലാകുന്നു. ഹദീസ് നിഷേധിക്കാൻ എന്നല്ലാതെ ബുദ്ധിയുണ്ടെങ്കിൽ, ശാന്തമായി ചിന്തിക്കുകയാണെങ്കിൽ ഖബറിലെ അദാബിനെ നിഷേധിക്കാൻ സാധ്യമല്ല. പൊതുവെ മരണത്തോടുകൂടി സ്വാഭാവികമായും ആ ശിക്ഷ വരാവുന്നതാണ്. അള്ളാഹു അവകാശപ്പെട്ടവർക്ക്, ഈമാനും തഖ്വയും ഉള്ളവർക്ക് അതിൽ നിന്ന് മോചനം നൽകുമെന്നുള്ളതും ഉറപ്പാകുന്നു. ഹാദാ മാ വഅദർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് തീരുമാനിച്ചതാണിത്. വസദഖൽ മുർസലൂൻ, മുർസലീങ്ങൾ സത്യം പറയുകയും ചെയ്തിരിക്കുന്നു. ഇത് രണ്ടാമത് ഹയാത്താക്കലും വിചാരണ നടത്തി ശിക്ഷാരക്ഷകൾ വിധിച്ച് നടപ്പിൽ വരുത്തലും അള്ളാഹുവിന്റെ ഒരു വാഗ്ദത്തമാണ്, ഉറച്ച തീരുമാനമാണ്. ഇൻ കാനത്ത് ഇല്ലാ സ്വൈഹത്തം വാഹിദ, ആ സംഭവിച്ചത് കേവലം ഒരൊറ്റ ശബ്ദം മാത്രമാകുന്നു. മരിച്ചവരോട് എഴുന്നേൽക്കുക എന്നൊരൊറ്റ വാക്ക്. ഫഇദാഹും ജമീഉൽ ലദീന മുഹ്ദറൂൻ, അപ്പോഴതാ അവരെല്ലാവരും സംഘടിതമായി അള്ളാഹുവിന്റെ മുമ്പാകെ ഹാജരാക്കപ്പെടുന്നു. ويسألونك عن الجبال فقل ينسفها ربي نسفا فيذرها قاعا صفصفا لا ترى فيها عوجا ولا أمتا
يومئذ يتبعون الداعي لا عوج له وخشعت الأصوات للرحمن فلا تسمع إلا همسا يومئذ لا تنفع الشفاعة إلا من أذن له الرحمن وقال إلا من أذن له الرحمن ورضي له قولا وعنت الوجوه للحي القيوم وقد خاب من حمل ظلما ومن يعمل من الصالحات وهو مؤمن فلا يخاف بخسا فلا يخاف ظلما ولا هضما ഒരൊറ്റ ഒരു ശബ്ദം എന്ന് പറഞ്ഞല്ലോ. ആ ശബ്ദമുണ്ടായതോടുകൂടി എല്ലാം അതാ ഖബറിൽ നിന്ന് എണീറ്റ് സംഘം ചേർന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ആ ശബ്ദം കേട്ടാലുള്ള ഒരവസ്ഥയെ നമുക്ക് അള്ളാഹു ചൂണ്ടിക്കാണിച്ച് പറയുന്നു. യൗമഇദിൻ യത്തബിഊന ദാഇയ, അന്ന് ആ ശബ്ദം പുറപ്പെടുവിക്കുന്ന അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് ആളുകളെ വിളിക്കുന്ന ആ വിളിച്ചവന്റെ നേരെ ആളുകൾ നേരിട്ട് പുറപ്പെടുന്നതാകുന്നു. ലാ ഇവജ ലഹു വലാ അംതാ, അതിന് യാതൊരു വളവും തിരിവുമില്ല. ആ പോക്കിന്, ആ നടത്തത്തിന് യാതൊരു വഴി മാറിപ്പോകയില്ല. ഇന്നിപ്പോ പോകുമ്പോൾ മരങ്ങളും കുന്നും മലയുമെല്ലാം കാണുമ്പോൾ വഴി ഇങ്ങനെ വളഞ്ഞു പോകേണ്ടി വരുമല്ല, അതന്നില്ല, നേരെ മുന്നോട്ട് നീങ്ങുന്നതാകുന്നു. ലാ ഇവജ ലഹു, യാതൊരു വളവും ഇല്ല, തിരിവില്ല. ആ നിലയിൽ അവർ പോകുന്നതാകുന്നു. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, ശബ്ദങ്ങളൊക്കെ റഹ്മാന് വേണ്ടി അടങ്ങുന്നതാകുന്നു. ഫലാ തസ്മഉ ഇല്ലാ ഹംസാ, ശ്വാസം പുറത്തേക്ക് വിടുകയും അകത്തേക്ക് വലിക്കുകയും ചെയ്യുന്ന ശബ്ദമല്ലാതെ അന്ന് കേൾക്കുകയില്ല. ഈ ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ള സർവ്വ മനുഷ്യരും കൂടി നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു സംസാരം കേൾക്കൂല. ആരും വേറൊരാളോടൊന്നും പറയുകയില്ല. ഈ ശ്വാസം വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ശബ്ദമല്ലാതെ യാതൊന്നും അവിടെ കേൾക്കുകയില്ല. യൗമഇദിൻ ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വറളിയ ലഹു ഖൗലാ, റഹ്മാനായ റബ്ബ് സമ്മതം കൊടുത്തവർക്ക് വേണ്ടിയല്ലാതെ ശഫാഅത്ത്, ശുപാർശ ഉപകരിക്കുകയില്ല. സമ്മതം കൊടുക്കുകയും വറളിയ ലഹു ഖൗലാ, വാക്കാൽ പൊരുത്തപ്പെടുകയും ചെയ്തവർക്ക് മാത്രമേ ശുപാർശ അനുഫലപ്പെടുകയുള്ളൂ. അതായത് ഇന്ന ആൾക്ക് വേണ്ടി ശഫായത്ത് പറയുക എന്ന് അള്ളാഹുവിങ്കിൽ നിന്ന് സമ്മതം കിട്ടിയതിന് മാത്രമേ ഈ ശഫായത്ത് പറയുന്ന ആള് പറയുകയുള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ ഈ ശഫായത്ത് പറയുന്ന ആൾക്ക് എന്താ അവിടെ ഒരു സ്വാധീനമുള്ളത്? ഒന്നുമില്ല. അയാൾക്ക് അള്ളാഹു ഒരു സ്ഥാനം വകവെച്ചു കൊടുത്തു എന്ന് മാത്രം. ഇന്ന ആൾക്ക് വേണ്ടി ശഫായത്ത് ചെയ്തോളൂ എന്ന് സമ്മതം കിട്ടിയിട്ട് മാത്രമേ ശഫായത്ത് അവിടെ ഉണ്ടാകുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ദുനിയാവിൽ നടന്നു വരുന്ന മാതിരിയിലുള്ള ശഫായത്ത് അവിടെ ഇല്ല. സഹോദരങ്ങളെ, നമ്മളുടെ മുമ്പിൽ ഉള്ള യഥാർത്ഥ വസ്തുതയാണത്. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ ഒരു വിധത്തിൽ കഴിച്ചിലാകാൻ തക്കവണ്ണം സൂക്ഷ്മത പാലിച്ച് ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم عباد الله أوصيكم ونفسي بتقوى الله. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടിയാറുകളെ, ഇസ്ലാം ദീൻ ഈ തെക്കേ ഇന്ത്യയിൽ വളരെയധികം ആദരണീയനായ ഒരു അതിഥിയെ പോലെയാണ് വന്നത്. അന്ന് ഈ തെക്കേ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരും നാട്ടുപ്രമാണിമാരും ഇവിടെയുള്ള ഹിന്ദു സമുദായക്കാരും ക്രിസ്ത്യാനികൾ അന്നില്ല ഇവിടെ, പിന്നീടാണ് അവർ വന്നത്. എല്ലാവരും ഈ ഇസ്ലാമാകുന്ന അതിഥിയെ ബഹുമാനപൂർവം സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു.
ആ ഇസ്ലാമിന്റെ ആളുകൾക്ക് നാനാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തു. പള്ളിയുണ്ടാക്കാൻ സ്ഥലം കൊടുത്തു, പള്ളിയുണ്ടാക്കാൻ മരം കൊടുത്തു, പള്ളിയുണ്ടാക്കാൻ ആളുകളെ ഏർപ്പാട് ചെയ്തു കൊടുത്തു. ഏതുവരെ എന്ന് വെച്ചാൽ അവരുടെ പെൺകുട്ടികളെ ഇസ്ലാമിൽ ചേർത്തിട്ട് കല്യാണം ചെയ്തു കൊടുത്തു. ചുരുക്കി പറയട്ടെ, കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച ഈ പരിപാടി നാട്ടിലൊക്കെയും പ്രചരിച്ചു. സഹോദരന്മാരെ, അങ്ങനെയായിരുന്നു ഇവിടെ ആദ്യത്തിൽ ഇസ്ലാം. പിന്നീട് ഈ നല്ല അവസ്ഥക്ക് മാറ്റം വന്നിരിക്കുന്നു, കുറച്ചൊക്കെ മാറ്റം വന്നിരിക്കുന്നു. ഇതിന്റെ കാരണം എന്തെന്ന് നോക്കിയാൽ കുറെ ഭാഗം നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. മുസ്ലിമുകൾ എന്ന് പറയുന്നവർ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദികൾ. ഈ മാറ്റം വരാൻ കാരണം, അതായത് ആദ്യകാലത്ത് വന്ന ആ സഹോദരങ്ങളെ പോലെ ഉള്ള ആ യഥാർത്ഥ ഇസ്ലാമിക ജീവിതത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും പെരുമാറ്റ ചട്ടങ്ങളിൽ നിന്നുമൊക്കെ വ്യത്യാസം വന്നുപോയി. അതിൽ മുഖ്യമായ ഒരു വിഷയം ഞാൻ ഉണർത്തുന്നു. ഇന്നലെ ഇവിടെ നടന്ന യോഗത്തിൽ ഒരു മാന്യന്റെ പ്രസംഗത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണല്ലോ അള്ളാഹു പഠിപ്പിച്ചത്, റബ്ബിൽ മുസ്ലിമീൻ എന്നല്ലല്ലോ എന്ന് പറയുകയുണ്ടായി. അത് വളരെ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാചകമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ സർവസ്തുതിയും. ഈ ലോകത്തെ അള്ളാഹു സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ നാം അള്ളാഹുവിനെ സ്തുതിക്കണം എന്നാണ്. നാം ഓരോരുത്തരും അള്ളാഹുവിനെ സ്തുതിക്കണം. ഈ ലോകം എന്ന് പറഞ്ഞതിൽ പെടാത്ത യാതൊരു വസ്തുവുമില്ല. എല്ലാ മനുഷ്യരും മറ്റു ജീവികളും എല്ലാം അതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇവിടെയുള്ള എല്ലാ മനുഷ്യരെയും മറ്റു ജീവികളെയും ആട്, മാട്, പൂച്ച, കോഴി മുതൽക്കുള്ള സർവ്വ ജന്തുക്കൾക്കും നമ്മളുടെ ശത്രുക്കളായി സംഗതിവശാൽ ശത്രുക്കളായി തീർന്നിട്ടുള്ള മനുഷ്യരിൽപ്പെട്ട നമ്മളെ മനുഷ്യർക്കും എല്ലാം ഇതിൽ പങ്കുണ്ട്. എല്ലാം ആലമീൻ എന്ന് പറഞ്ഞതിൽ അവരെല്ലാം ഉൾപ്പെടുന്നു. അവർക്കെല്ലാം അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടുന്നതിനെ സംബന്ധിച്ച് നാം അള്ളാഹുവിനെ സ്തുതിക്കണം എന്നാകുന്നു പഠിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു കാര്യം ഉണർത്തുന്നു. രാവിലെയും വൈകുന്നേരവും പതിവായി നാം പ്രാർത്ഥിക്കേണ്ട ഒരു വാചകം അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹദക ലാ ശരീക ലക ലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുമ്മ, അല്ലാഹുവേ, മാ അംസാ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക, എനിക്ക് അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഈ സന്ധ്യാസമയത്ത് എന്തെല്ലാം സുഖവും സന്തോഷവും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അതൊക്കെയും ഫമിങ്ക നിന്റെ വക്കൽ എന്ന് മാത്രമാകുന്നു. വഹദക, നീ തനിയെ, നീ ഒറ്റക്കാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. ലാ ശരീക ലക, നിനക്ക് യാതൊരു കൂറുകാരുമില്ല. ലക്കൽ ഹംദു, നിനക്ക് സ്തുതി, വലക ശുക്രു, നിനക്ക് നന്ദി എന്നിപ്രകാരം വൈകുന്നേരം പ്രാർത്ഥിക്കണം. രാവിലെയും അതുപോലെ തന്നെ. പക്ഷേ അംസ എന്നതിന് പകരം അസ്ബഹ എന്ന് പറയാനാണ് കൽപ്പിച്ചത്. അപ്പോൾ അതിന്റെ ആശയം അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക, അല്ലാഹുവേ, എനിക്ക് അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഈ പ്രഭാത വേളയിൽ സൂര്യൻ ഉദിച്ച് നാടൊക്കെ പ്രകാശം പരക്കുന്ന ഈ സന്ദർഭത്തിൽ എന്തെല്ലാം സുഖവും സന്തോഷവും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഫമിങ്ക വഹദക, അതൊക്കെയും നിന്റെ വകയാകുന്നു. നീ തനിച്ചാകുന്നു, ഒറ്റക്കാകുന്നു ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകുന്നത്. ലാ ശരീക ലക, നിനക്ക് കൂറുകാരില്ല. ലക്കൽ ഹംദു, നിനക്ക് സ്തുതി. വലക ശുക്രു, നിനക്ക് നന്ദി. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ പോരാ. എന്റെ വീട്ടുകാരോ കുടുംബക്കാരോ നാട്ടുകാരോ സമുദായക്കാരോ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ പോരാ. ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധ സമുദായക്കാരും എന്ന് വേണ്ട എല്ലാ മനുഷ്യരും, ആട്, മാട്, പൂച്ച, നായ മുതലായ ജീവികൾ വരെ എന്തെല്ലാം സുഖവും സന്തോഷവും അനുഭവിക്കുന്നുണ്ടോ അതിനൊക്കെയും ഞാനും നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിന് ശുക്ർ പറയണമെന്നാണ് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത്ര മഹത്തായ ആദർശം ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടരുടെ വക്കൽ വർഗീയത്വത്തിന് സ്ഥാനമില്ല. വർഗീയത്വത്തിന്റെയും തീവ്രവാദത്തിന്റെയും വേര് ജനഹൃദയങ്ങളിൽ നിന്ന് പറിച്ചെറിയുകയാണ് ഇത് മൂലം അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ നമ്മളുടെ ഇടയിൽ
വല്ലതും ഉണ്ടാകാൻ പാടുണ്ടോ? എന്നാൽ ചിലരുടെ വക്കിൽ നിന്ന് ചിലതെല്ലാം ഉണ്ടായി. അതൊക്കെ വിസ്തരിച്ച് പറയേണ്ട അവസരമല്ലല്ലോ ഇത്. അത് കാരണത്താൽ നമുക്ക് പല ദുരനുഭവങ്ങൾക്കും ഇടയായിട്ടുണ്ട്. അത് മാത്രമല്ല, വേറെയും കാരണമുണ്ട്. അതായത് ലോകാരംഭം മുതൽക്ക് നിങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അനുഗ്രഹകർത്താവായ യജമാനനെ നിങ്ങൾ ആരാധിക്കണം, അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, വേറെ ആരെയും ആരാധിക്കരുത്, വേറെ ആരോടും പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞ ഏക കാരണത്താൽ അത് പറഞ്ഞവരെ വളരെയധികം കൊന്നുകളഞ്ഞിട്ടുണ്ട്. അത് സ്വീകരിച്ചവരെയും കൊന്നുകളഞ്ഞിട്ടുണ്ട്. കൊലക്കുറ്റമാണത്രേ. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയൽ കൊലക്കുറ്റമാണെന്നാ വിധിച്ചത് ചില ആളുകൾ. ആ കൂട്ടരുടെ താവഴിക്കാരും കുറെയെല്ലാം ഉണ്ടല്ലോ. എങ്കിലും ആകപ്പാടെ കാര്യം വളരെ കുഴപ്പത്തിലായിട്ടുണ്ട്. എങ്കിലും സൂക്ഷ്മത പാലിക്കണം. അള്ളാഹു നമ്മെ സഹായിക്കും എന്നുള്ളതിന് ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അതും വിവരിക്കാൻ ഈ സമയം പറ്റുകയില്ലല്ലോ. ആ നിബന്ധനയിൽ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ട്. അതിനാൽ വന്നതെല്ലാം വന്നു. സൂക്ഷ്മത പാലിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ നാടിനെ രക്ഷിക്കട്ടെ. നമ്മളുടെ ഈ നാട്, ഈ ഇന്ത്യ രാജ്യത്തിന് ഇതുവരെ ഏറ്റിട്ടില്ലാത്ത വളരെ ഭയങ്കരമായ ഒരു ദുഷ്പേരും ഒരു കറയും ഈ അടുത്ത കാലത്ത് വീണുപോയത് വളരെ ഖേദകരമാകുന്നു. ആ മാലിന്യങ്ങളും ആ കറയും വൃത്തികേടും എല്ലാം ശുദ്ധിയാക്കി ആ ഇസ്ലാം ഈ നാട്ടിൽ വന്ന ആദ്യകാലത്തെ ആ അനുഭവത്തിലേക്ക് നമ്മളുടെ ജനത മടങ്ങുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. صلى الله عليه وسلم.